കത്തിമുനയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള അന്വേഷണം വ്യാപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചത് പെരുന്നാൾ ആഘോഷത്തിന് പണം നൽകാത്തതിന്. നല്ല കള്ള് കിട്ടുമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി വിവിധ ഭാഷാ തൊഴിലാളിയുടെ മൊബൈൽ ഫോണും പണവും കവർന്നു. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. ഫെഡറൽ ബാങ്കിന്റെ തൃശൂർ പോട്ട ബ്രാഞ്ചിലാണ് കത്തികാട്ടി കവർച്ച നടന്നത്. കാഷ്യറെ ബന്ദിയാക്കിക്കൊണ്ടായിരുന്നു 15 ലക്ഷം രൂപ കവർന്നത്. പ്രതിക്കായി രാജ്യവ്യാപകമായി പരിശോധന നടത്തുമെന്ന് SP വ്യക്തമാക്കി. പ്രതി പോയ സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായും SP പറഞ്ഞു. ഇന്നുച്ചയ്ക്ക് 2:30 സംഭവം. സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ മോഷ്ടാവ് പൊടുന്നനെ ബാങ്കിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഭക്ഷണ ഇടവേള ആയതിനാൽ ഭൂരിഭാഗം ജീവനക്കാരും ഭക്ഷണം കഴിക്കുന്ന മുറിയിലായിരുന്നു. ബാങ്ക് മാനേജർ ഉൾപ്പെടെ 2 പേർ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ഇവരെ മോഷ്ടാവ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിക്കുന്ന മുറിയിലേക്കാക്കി വാതിൽ പുറത്തുനിന്നും പൂട്ടി. ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ മോഷ്ടാവ് ക്യാഷ് കൗണ്ടർ പൊളിച്ചാണ് പണം കവർന്നത്. കൗണ്ടറിൽ 45 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിലും 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകളാണ് മോഷ്ടാവ് കവർന്നത്. വിവരമറിഞ്ഞ് തൃശൂർ റൂറൽ SP ഉൾപ്പെടെയുള്ള വൻ പോലീസ് സംഘം ബാങ്കിലെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. മോഷ്ടാവ് ഹെൽമറ്റ് വെച്ച് കയ്യുറ ധരിച്ചതിനാൽ ജീവനക്കാർക്കും പോലീസിനും ആളെ തിരിച്ചറിയാനായിട്ടില്ല. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്നതാണ്. ഇവര് ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ അകത്തായിരുന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു. കയ്യിലൊരു കത്തി, സാധാരണ നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്ന 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. നേരെ ഇറങ്ങി പോയി. ഇത്രയാണ്. ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെയൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ്. കേസ് പിടിക്കാൻ പറ്റും. 3 ബണ്ടിൽ 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം ഈ 15 ലക്ഷം രൂപയാണ് പോയത്. ബാങ്ക് ജീവനക്കാരെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പരിധിയിലുള്ളതോ അല്ലെങ്കിൽ അറിവുള്ളതോ ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബാങ്കുകാർക്ക് പങ്കുണ്ടെന്നൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. ഈ വന്ന വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വണ്ടിയെക്കുറിച്ച് ചില അറിവുണ്ട്. ആളിനെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ട് അല്ല, അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് 100% ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല. പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല. ഹിന്ദിക്കാരനാകാൻ സാധ്യത. വന്ന വണ്ടിക്ക് അയാളാണോ? നമ്മൾ സ്വാഭാവികമായിട്ട് ഹിന്ദി സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ച് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യ മുഴുവൻ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിടിക്കാനുള്ള എല്ലാ എഫേർട്ടും എടുക്കുന്നുണ്ട്. കേസ് ഡിറ്റക്ട് ചെയ്യും. ഇതിനകത്ത് ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഇതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട്. ഈ ഡൈനിങ് പോർഷൻ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ്. ബാങ്കിൽ എത്ര പേരുണ്ട്, ഉച്ചക്കലത്തെ ബ്രേക്ക് ടൈം, ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല, അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരാളാണ്. മോഷണശേഷം മോഷ്ടാവ് എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, ദേശീയപാത എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ചാലക്കുടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജനം, തൃശൂർ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനടുത്ത ESI ജംഗ്ഷന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 10 കിലോ കഞ്ചാവ് കണ്ടെത്തി. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗുകൾ കണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച്
സൗത്ത് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവാണെന്ന് മനസ്സിലായത്. ട്രെയിനിൽ എത്തിച്ച ശേഷം കൊണ്ടുപോകും വഴി പിടിക്കപ്പെടും എന്ന് കണ്ട് ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസിന്റെ സംശയം. ആലപ്പുഴ ESI ജംഗ്ഷന് സമീപം ഇന്ന് രാവിലെയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 2 ബാഗുകൾ നാട്ടുകാർ കണ്ടത്. തുടർന്ന് വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തി ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പല പൊതികളിലായി 1.5 കിലോ കഞ്ചാവ് ബാഗുകളിൽ കണ്ടെത്തിയത്. ആരാണ് കഞ്ചാവ് ഉപേക്ഷിച്ചതെന്നത് സംബന്ധിച്ച് സൂചനകളൊന്നുമില്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ട്രെയിനിലെത്തിച്ച ശേഷം കൊണ്ടുപോകും വഴി പിടിക്കപ്പെടുമെന്ന് കണ്ട് കഞ്ചാവ് വഴിയിൽ ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് നിരവധി തവണ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. മിക്ക കേസുകളിലും ട്രെയിനുള്ളിൽ സീറ്റിനടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കഞ്ചാവ് കണ്ടെത്താറുള്ളത്. ജനം, ആലപ്പുഴ. നല്ല കള്ള് കിട്ടുമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി വിവിധ ഭാഷാ തൊഴിലാളിയുടെ മൊബൈൽ ഫോണും പണവും കവർന്ന കേസിൽ യുവാവ് പിടിയിലായി. എറണാകുളം തിരുവാണിയൂർ മോനിപ്പള്ളി കോളത്തുപറമ്പിൽ അജിത്തിനെയാണ് പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശ് സ്വദേശിക്കാണ് പണവും ഫോണും നഷ്ടമായത്. പുത്തൻകുരിശ് കക്കാട്ടുപാറ ഷാപ്പിൽ വെച്ചാണ് തിരുവാണൂർ സ്വദേശി അഭിജിത്ത് വിവിധ ഭാഷാ തൊഴിലാളിയെ പരിചയപ്പെട്ടത്. തൊട്ടടുത്തുള്ള ഇരുപ്പച്ചിറ ഷാപ്പിൽ നല്ല കള്ള് കിട്ടുമെന്ന് പറഞ്ഞ് അഭിജിത്ത് ഇദ്ദേഹത്തെ ബൈക്കിൽ കയറ്റി കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഷാപ്പിലെത്തി രണ്ടുപേരും ഒരുമിച്ച് കള്ളു കുടിച്ചു. തുടർന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കാനെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി ഇതര ഭാഷാ തൊഴിലാളിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്താണ് പണം തട്ടിയത്. പിന്നീട് ബൈക്കിൽ കയറ്റി കൂട്ടിക്കൊണ്ടുപോയി. ഇടക്ക് വെച്ച് മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞ് വാഹനം നിർത്തി മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു. ആന്ധ്ര സ്വദേശിയുടെ പരാതിയിൽ ഡിവൈഎസ്പി VT ഷാജന്റെ നേതൃത്വത്തിൽ പുത്തൻകുരിശ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. കിരൺകുമാർ, ജനം, കൊച്ചി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ക്രൂരമായ പീഡനം നടന്നത് പിറന്നാൾ ചെലവ് നൽകാത്തതിനെ തുടർന്നെന്ന് കണ്ടെത്തൽ. മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതും പ്രതികളെ പ്രകോപിതരാക്കി. വിവിധ കാരണങ്ങൾ പറഞ്ഞ് നിരന്തരം പീഡനം നടന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പിറന്നാളിന് ചെലവ് നൽകാത്തതിലുള്ള പീഡനത്തിൻ്റെതാണെന്ന് കണ്ടെത്തൽ. ഡിസംബർ 13-ാം തീയതിയാണ് ക്രൂരമായ പീഡനം ഹോസ്റ്റൽ മുറിയിൽ അരങ്ങേറിയത്. പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പ്രതികൾ പണം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് നൽകാൻ തയ്യാറാകാതിരുന്നതോടെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. എന്നാൽ പിറന്നാൾ ചെലവ് പ്രതികൾക്ക് ഒരു കാരണം മാത്രമായിരുന്നു. ഇതിനു മുമ്പും പല കാരണങ്ങൾ ഉന്നയിച്ച് കൊടും പീഡനം തുടർക്കഥയായി. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികളുടെ വിശദമായ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ക്രൂരമായ പീഡനം മുൻപും നടന്നതായി വിദ്യാർത്ഥികൾ മൊഴി നൽകിയതായാണ് സൂചന. നിലവിൽ അറസ്റ്റിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റു പ്രതികളില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. സംഭവത്തിൽ പ്രതിഷേധിച്ച് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ ABVP ഉപരോധിച്ചു. ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. കോളേജ് ഹോസ്റ്റലിന് പ്രത്യേകം വാർഡനില്ലാത്തതും ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ നിലയ്ക്ക് നിർത്താനാവാഞ്ഞതും വലിയ വീഴ്ചയാണെന്നും ഹോസ്റ്റലിലെ മറ്റധികൃതരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ABVP ആവശ്യപ്പെട്ടു. 2ാം പ്രതി രാഹുൽ രാജ് ഉൾപ്പെടെയുള്ളവരുടെ ഇടത് വിദ്യാർത്ഥി സംഘടനാ പശ്ചാത്തലം കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ABVP വിമർശിച്ചു. ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംഭവത്തിൽ KSU നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജനം, കോട്ടയം. കൊല്ലം പള്ളിമണ്ണിലെ പോലീസ് അതിക്രമത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന പരാതിക്കാരൻ. ഒത്തുതീർപ്പായ കേസിലാണ് വാറന്റ് ഓർഡറുമായി അർദ്ധരാത്രിയിലെത്തി ചാത്തന്നൂർ പോലീസ് അതിക്രമം നടത്തിയത്. പള്ളിമൺ സ്വദേശി അജികുമാറിനെയാണ് വീടിനുള്ളിൽ കയറി CIയും സംഘവും പിടികൂടിയത്.
ിൽ അജികുമാറിനെതിരെ ചാത്തന്നൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പരവൂർ കോടതിയിലെ നടപടികൾക്ക് ശേഷം കേസ് ഒത്തുതീർപ്പാകുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യമറിയാതെ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചാത്തന്നൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് പള്ളിമണ്ണിലെ അജികുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഭാര്യയും മകളും വീട്ടിലുള്ള സമയം മതിൽ ചാടിക്കടന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രമിച്ചു കയറി തന്നെ ബലമായി പിടികൂടിയതായാണ് അജികുമാറിന്റെ പരാതി. കേസ് കഴിഞ്ഞുവെന്ന് പറഞ്ഞിട്ടും CI കേൾക്കാൻ തയ്യാറായില്ലെന്നും അജികുമാർ പറയുന്നു. ഞാൻ ഓടിയ ഒരു പ്രതിയല്ല, ഓടിച്ചിട്ട് പിടിച്ചതല്ല. ഞാൻ കിടന്നുറങ്ങുന്ന റൂമിൽ വന്ന് വിളിക്കുമ്പോഴാണ് വിവസ്ത്രനാക്കി, വസ്ത്രം പോലും ധരിക്കാൻ പറ്റാതെ എന്നെ കൊണ്ടുപോകണമെന്നുള്ള ഒരു അത്രത്തോളം ഏതോ ഒരു വലിയ കൊടും ക്രിമിനലിനെ കൊണ്ടുപോകാനായിട്ടാണ് കൊണ്ടുപോകുന്ന രീതിയിലാണ് പുള്ളി എന്നെ ഇവിടെ ഈ കുട്ടികളുടെയും എൻ്റെ ഭാര്യയുടെയും മുമ്പിൽ ഇപ്പം നാട്ടുകാരുടെ മുമ്പിലും ഞാൻ നാണക്കെട്ട് നാറി ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചത്. പോലീസ് അജികുമാറിനെ പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അജികുമാറിന്റെ മകളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. വസ്ത്രം പോലും ധരിക്കാൻ സമയം നൽകാതെ തന്നെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചതായും പരാതിയിലുണ്ട്. അജികുമാറിനെ സ്റ്റേഷനിലെത്തിച്ച ശേഷം കോർട്ട് പോർട്ടലിൽ നോക്കിയപ്പോഴാണ് കേസ് നിലവിലില്ല എന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിയുന്നത്. പിന്നീട് 3 മണിയോടെയാണ് അജികുമാറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. കേസ് അവസാനിച്ച കാര്യം അറിഞ്ഞിരുന്നില്ല എന്നും വാറന്റ് നിലവിലുണ്ടായിരുന്നുവെന്നുമാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം. സ്റ്റേഷനിൽ വെച്ച് കുടിവെള്ളം ചോദിച്ചപ്പോൾ വനിതാ ഉദ്യോഗസ്ഥ തന്നെ അപമാനിച്ചതായും അജികുമാർ പറഞ്ഞു. തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയ CIക്കെതിരെയും വാറന്റ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ വീഴ്ചയ്ക്കെതിരെയും അജികുമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അജികുമാർ അറിയിച്ചു. ജനം, കൊല്ലം. ആലപ്പുഴയിൽ സഹപാഠിയെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചതിന് 18കാരനായ +2 വിദ്യാർത്ഥി പിടിയിൽ. എൻപുരം സ്വദേശി ശ്രീശങ്കറാണ് പിടിയിലായത്. അസൈൻമെന്റ് എഴുതാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടാണ് 16കാരിയായ സഹപാഠിയെ ശ്രീശങ്കർ വീട്ടിലെത്തിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് സഹപാഠിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ശ്രീശങ്കറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്താണ് അസൈൻമെന്റ് എഴുതാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ശ്രീശങ്കർ സഹപാഠിയായ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. യൂണിഫോമിൽ പെൺകുട്ടി ശ്രീശങ്കറിന്റെ വീട്ടിലെത്തിയത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ കൗൺസിലറെ വിവരമറിയിച്ചു. കൗൺസിലർ അറിയിച്ചതനുസരിച്ച് ആലപ്പുഴ സൗത്ത് പോലീസ് എത്തി വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ പരിശോധനയിലാണ് പീഡനം നടന്നതായി തെളിഞ്ഞത്. ഇന്നലെ രാത്രിയോടെ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാസങ്ങൾക്ക് മുൻപ് സുഹൃത്തിനെ ലൈസൻസ് ആവശ്യമില്ലാത്ത തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനും മർദ്ദിച്ചതിനും ശ്രീശങ്കറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അന്ന് പ്രായപൂർത്തിയാകാത്തതിനാൽ താക്കീത് നൽകി വിട്ടയച്ചു. ഈ പ്രശ്നത്തിൽ സ്കൂൾ അച്ചടക്ക നടപടിയെടുത്തെങ്കിലും അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് സുഹൃത്തായ മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ട് ശ്രീശങ്കർ അധ്യാപകർക്കെതിരെ പരാതി കൊടുപ്പിച്ചു. വിദ്യാർത്ഥി സംഘടനകൾ സമരം നടത്തിയതിനാൽ സ്കൂളിൽ ശ്രീശങ്കറിനെ തിരിച്ചെടുക്കുകയായിരുന്നു. 18 വയസ്സ് പൂർത്തിയായി 3 ദിവസത്തിനുള്ളിലാണ് ശ്രീശങ്കർ പീഡനക്കേസിൽ പിടിയിലായത്. ജനം, ആലപ്പുഴ. കൈക്കൂലി കണ്ടെത്താനുള്ള വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ കുടുങ്ങി പോലീസ് ഉദ്യോഗസ്ഥരും. പോലീസ് പട്രോളിംഗ് വാഹനങ്ങളിൽ നിന്ന് വിജിലൻസ് കൈക്കൂലി പണം കണ്ടെത്തി. ഹൈവേ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നത്. എറണാകുളം വിജിലൻസ് SP S ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പെരുമ്പാവൂരിൽ കൺട്രോൾ റൂം വാഹനത്തിൽ നിന്ന് 2000 രൂപയും മണ്ണാർക്കാട് നടന്ന പരിശോധനയിൽ ഹൈവേ പട്രോളിംഗ് സംഘത്തിൽ നിന്ന് 2850 രൂപയും പിടിച്ചെടുത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു മിന്നൽ പരിശോധന. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒരേ സമയമായിരുന്നു പരിശോധന. ഹൈവേ പോലീസ് കൺട്രോൾ റൂം വാഹനങ്ങളിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. മൂവാറ്റുപുഴ കീഴിലത്തെ പരിശോധനയിൽ ഹൈവേ പട്രോൾ പോലീസ് ഉദ്യോഗസ്ഥനെ മദ്യപിച്ചതായി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കുറുപ്പംപടി പോലീസിന് കൈമാറി. ഹൈവേകളിൽ ലോഡ് കയറ്റി വന്നിരുന്ന വാഹനങ്ങളിൽ നിന്നായിരുന്നു പണം പിരിച്ചിരുന്നത്. എറണാകുളം
വിജിലൻസ് SP S ശശിധരൻ, എറണാകുളം, തൃശൂർ, പാലക്കാട് യൂണിറ്റ് DYSPമാർ, 12 CIമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വിജിലൻസിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരിൽ ചിലർ ജീപ്പിനുള്ളിലേക്ക് കൈക്കൂലിപ്പണം വലിച്ചെറിഞ്ഞു. ഈ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവർക്കുമെതിരെ നടപടിയുണ്ടാകും. ഹൈവേ പട്രോൾ കൺട്രോൾ റൂം വാഹനങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നതായ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ജനം, കൊച്ചി. സർക്കാർ സർവീസിലെ 30% ആളുകൾ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ സർക്കാർ കണക്ക് പ്രകാരം 300 പേർക്കെതിരെ മാത്രമാണ് 10 വർഷത്തിനിടെ കേസെടുത്തിട്ടുള്ളത്. കൃത്യമായ സാക്ഷിമൊഴികളുടെയോ തെളിവുകളുടെയോ അഭാവത്തിൽ ഇവരിൽ പലരും കേസിൽ നിന്ന് രക്ഷപ്പെട്ടതായും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. അടുത്തിടെയാണ് 30% സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് ഒരു NGO സംഘടനയുടെ സർവേയിൽ കണ്ടെത്തിയത്. എന്നാൽ 2014 മുതൽ 2024 വരെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കേവലം 300 മാത്രമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പിടിയിലായത് 184 പേരെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവരിൽ തന്നെ ഭൂരിപക്ഷം പേരും എറണാകുളം ജില്ലയിലുള്ളവരാണ്. കൈക്കൂലി കേസിൽ ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് കോട്ടയം ജില്ലയിൽ നിന്നും. എന്നാൽ 10 വർഷത്തിനിടെ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് കേവലം 8 പേർ മാത്രമാണ് എന്നതാണ് വിരോധാഭാസം. ഒരു നിർണായക ഘട്ടത്തിൽ സാക്ഷി പറയേണ്ട, കൈക്കൂലി കൊടുത്ത് പിടിപ്പിക്കുക മുൻകൈയെടുത്തവർ തന്നെ ഇതിൽ നിന്ന് സാക്ഷി പറയുന്നതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. അത് സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇത്തരം ഉദ്യോഗസ്ഥർ, കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ പിടിപ്പിച്ച് അവർക്ക് കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട സാമൂഹിക ചുമതല ഈ പണം കൊടുത്ത് പിടിപ്പിക്കുന്നവർക്കുണ്ട് എന്നുള്ളൊരു ബോധം ഇത് കൊടുക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടാവണം. ഫിനോപ്തലിൻ പുരട്ടിയ നോട്ട് നൽകിയും മറ്റും കൈക്കൂലി വാങ്ങിയ സർക്കാർ ജീവനക്കാർ പിടിക്കപ്പെടുമ്പോൾ പോലും കൃത്യമായ സാക്ഷിമൊഴികളും തെളിവുകളും ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് കുറ്റക്കാർക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് വിലങ്ങുതടിയാകുന്നുണ്ട്. ഇതിനു പുറമെ കൂറുമാറ്റം പോലെയുള്ള സംഭവങ്ങളും കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറയാൻ കാരണമാകുന്നു. ജനം, കൊച്ചി. കോഴിക്കോട് കൊടുവള്ളിയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടയിൽ പരസ്യ ബോർഡുകൾ മറിഞ്ഞു വീണ് അപകടം. 9 പേർക്ക് പരിക്കേറ്റു. പുനൂർ പുഴയോരത്ത് നടക്കുന്ന കൊയപ്പ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടയിലാണ് സംഭവം. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുമായി ജിസ്ന ചേരുകയാണ്. ജിസ്ന, എപ്പോഴായിരുന്നു സംഭവം? പരിക്കേറ്റവരുടെ ആരോഗ്യനിലയും എങ്ങനെയാണ്? ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് കൊടുവള്ളി പുനൂർ പുഴയോരത്ത് നടക്കുന്ന കൊയാപ്പ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഗാലറിയുടെ പിൻഭാഗത്തുണ്ടായിരുന്ന ഇടിഞ്ഞു വീണ് ഈ ഫ്ലെക്സ് ബോർഡുകളിലേക്ക് പതിക്കുകയായിരുന്നു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ പരസ്യ ബോർഡുകൾ ഗാലറിയുടെ പിൻഭാഗത്തിരിക്കുന്നവരുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത് എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കളി കാണുവാനുണ്ടായിരുന്നു. അവർക്കാണ് അപകടം പറ്റിയത്. 9 പേർക്കാണ് അപകടം പറ്റിയത്. ഈ അപകടത്തിൽ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള 2 സ്വകാര്യ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു എന്നൊരു വിവരം കൂടിയാണ് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത്. വലിയ ഗുരുതരമായ പരിക്കുകളല്ല എന്ന കാര്യം കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നു. എന്തായാലും അവിടെ നടക്കുന്ന ഫുട്ബോൾ മത്സരം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വിവരം നൽകിയത്. കൊല്ലം കുണ്ടറയിൽ സൈനികനായ മകന്റെ മരണത്തിന് കാരണമായത് പോലീസ് മർദ്ദനമെന്ന് അമ്മയുടെ പരാതി. കഴിഞ്ഞ ഡിസംബറിലാണ് മുളവന സ്വദേശി തോംസൺ തങ്കച്ചനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അമ്മ പരാതി നൽകി. സിക്കിം യൂണിറ്റിൽപ്പെട്ട മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ സൈനികൻ തോംസൺ തങ്കച്ചനാണ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചത്. കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉദ്യോഗസ്ഥർ ചേർന്ന മകനെ മർദ്ദിച്ചതാണ് മരണത്തിന് കാരണമായതെന്ന് അമ്മ നൽകിയ പരാതിയിൽ പറയുന്നു.
നാട്ടിൽ വന്ന തോംസൺ കുടുംബ പ്രശ്നത്തെ തുടർന്ന് അവധി നീട്ടിയെടുക്കുകയായിരുന്നു. സ്ത്രീധന ഗാർഹിക പീഡനമെന്ന ഭാര്യയുടെ പരാതിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 രാത്രിയിലാണ് ഭാര്യ വീട്ടിൽ നിന്ന് സൈനികനെ കുണ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാസങ്ങൾക്ക് മുൻപ് ഭാര്യ വീട്ടുകാർ തോംസനെ മർദ്ദിച്ചിരുന്നതായും ആരോപണമുണ്ട്. മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അമ്മ ഡെയ്സിമോൾ അറിഞ്ഞിരുന്നില്ല. റിമാൻഡിലായ തോംസൺ 19-ാം തീയതി ജാമ്യത്തിലിറങ്ങി. പിന്നീട് നവംബർ 4-നാണ് മുളവനയിലെ വീട്ടിലെത്തിയത്. അവശനിലയിലായി വീട്ടിലെത്തിയ മകനെ അമ്മ ആശുപത്രിയിലാക്കി. ഇതിനിടെ നട്ടലിന് താഴെയുണ്ടായ മുഴ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. വീട്ടിലെത്തി വിശ്രമത്തിലായിരുന്ന തോംസൺ ഡിസംബർ 27 പുലർച്ചെയാണ് മരിക്കുന്നത്. സ്വാഭാവിക മരണമായിരുന്നുവെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിരുന്നതായി കണ്ടു. പോലീസ് കസ്റ്റഡിയിൽ 3 ഉദ്യോഗസ്ഥർ ചേർന്ന് മകനെ കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് അമ്മയുടെ ആരോപണം. സ്ത്രീധന പീഡനമെന്നും പറഞ്ഞ് കള്ളക്കേസിൽ കുടുക്കി 11/10/24 പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ പൂട്ടിയിട്ടിരുന്നു. അവിടുന്ന് എൻ്റെ കുഞ്ഞിനെ ബെല്ലോ ഫാംസ് എന്ന റൂമിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ. അവിടെ CCTV ഇല്ല. അവിടെ കയറ്റി കൈകൾ രണ്ടിലും കാലിലും ബലം കണിയിച്ച് ആ മുറി കയറ്റി എൻ്റെ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച്. CI അനിൽകുമാറും ഇടിയം പ്രദീപ് എന്നറിയപ്പെടുന്ന SI പ്രദീപും SI ശ്യാമകുമാരിയും കൂടെ ചേർന്ന് എൻ്റെ മോനെ ഉപദ്രവിച്ച്. കൈയിൽ മേലോട്ട് കെട്ടിയിട്ടിട്ട് ഒരു വലിയ കട്ടിയുള്ള ഒരു സാധനം ടവലിൽ പൊതിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞിനെ നടുവിലും കരളിൻ്റെ ഭാഗത്തും നെഞ്ചത്തും കൈയുടെ ഇവിടെ എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്ത് നീ ഇനി പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാന്നും പറഞ്ഞുകൊണ്ടാണ് SI ഇടിയം പ്രദീപ് SI ശ്യാമയും 3 പേരും കൂടി എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച് അവശനാക്കി. മകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സൈനിക ഉദ്യോഗസ്ഥരെ അറിയിക്കാതെയാണെന്നും അമ്മ പറയുന്നു. റിമാൻഡ് കാലാവധിക്ക് ശേഷം 16 ദിവസം കഴിഞ്ഞാണ് തോംസൺ വീട്ടിലെത്തിയത്. ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്നോ ഇത്രയും ദിവസം തോംസൺ എവിടെയായിരുന്നുവെന്നോ അമ്മയ്ക്കും അറിയില്ല. മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ അമ്മ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ സൈനിക ഉദ്യോഗസ്ഥർക്കും ഇതു സംബന്ധിച്ച് പരാതി നൽകും. ജനം, കൊല്ലം.